അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11ാം ദിനമായ ഇന്ന് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. 1 മണിക്കാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. MLA-മാരോട് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി രാഹുൽ ഗാന്ധി ഇന്നലെ വൈകിട്ട് നടത്തിയ ചർച്ചയിലാണ് ആ ഒറ്റ പേരിലേക്ക് എത്തിയത്. UDF-ലെ ഘടകകക്ഷി നേതാക്കളും ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും യോഗം ചേരുകയും ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവർ ചേരുകയാണ്. ധനസുമോദിലേക്ക്. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ആ നിർണായകമായ കൂടിക്കാഴ്ച നടന്നത്. വൈകിട്ട് ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നു. ധനസുമോദിലേക്ക് വരാം. അങ്ങനെ 11ാം ദിവസം ആ പ്രഖ്യാപനം വരികയാണ്. ഇന്നറിയാം ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത്. ഒരൊറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ഒറ്റ പേര് ആരുടേതാണ് എന്നതിൽ മാത്രം ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിൽക്കുന്നു എന്നതാണ്. ഈ അവസാന നിമിഷവും VD സതീശൻ ക്യാമ്പും ചെന്നിത്തല ക്യാമ്പും KC വേണുഗോപാൽ ക്യാമ്പും ഒക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു എന്നതാണ്. അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം അവരുടെ പേര് തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. പക്ഷേ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ മറ്റ് 2 നേതാക്കളെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഉൾക്കൊള്ളുക? അവർക്ക് അനുകൂലമായ ഒരു പാക്കേജ്, ഒരു ഫോർമുല, അത് ഏത് രീതിയിലാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. ആ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് പിന്നാലെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കൂടി UDF കടക്കുകയാണ്. ഇന്നിപ്പോൾ ഘടകകക്ഷി നേതാക്കളെയൊക്കെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തിന് ശേഷം, മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും യോഗവും ചേരും. പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്യും. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ സത്യപ്രതിജ്ഞ നടക്കും. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകും. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടന്നേക്കും എന്നൊക്കെയുള്ള സൂചനകൾ വരികയാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സുനിൽ, വളരെ ആകാംക്ഷ നിറഞ്ഞ കഴിഞ്ഞ 10 ദിവസം കേരളം ചർച്ച ചെയ്ത ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് നിയമസഭാ കക്ഷി യോഗം ചേരും. ആ നിയമസഭാ കക്ഷി യോഗത്തിൽ ആ ഒറ്റപ്പേര്, ആരാണ് നിയമസഭാ കക്ഷി നേതാവ് എന്ന പ്രഖ്യാപനം ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ ഏവരും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആ നിർണായകമായ ചോദ്യത്തിന് ഇന്നായിരിക്കും ജിൽസി ഉത്തരം കിട്ടുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കൃത്യം 11ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ വേണ്ടി പോകുന്നു. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും മനസ്സുമൊക്കെ ഒരു വട്ടം കൂടി ഇവിടെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് തിരിയുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇന്ന് 1 മണിക്ക് ഇവിടെ ഇന്ദിരാഭവനിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഇത് 2ാം തവണയാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നത്. ഈ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഒപ്പം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1 മണിക്കാണ് മുഴുവൻ MLA-മാരോടും ഇവിടെ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള നിർദ്ദേശം KPCC അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്. 2 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ആരാണ് നിയമസഭാ കക്ഷി നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആരെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന ഹൈക്കമാൻഡിന്റെ AICC-യുടെ നിലപാട് ആ യോഗത്തിൽ, MLA-മാരുടെ യോഗത്തിൽ പ്രഖ്യാപിക്കും. അതിനുശേഷം ആ യോഗം AICC നിർദ്ദേശിക്കുന്ന ആളെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത. ഒരുപക്ഷെ അതിനു മുമ്പ് ഡൽഹിയിൽ നിന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ആ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ആ പ്രഖ്യാപിച്ച ആളെ ഇവിടെ നിയമസഭാ കക്ഷി യോഗം അവരുടെ നേതാവായി തെരഞ്ഞെടുക്കുക എന്നതാണ്. എതിർപ്പുകളൊന്നുമില്ലാതെ ആ കാര്യത്തിലേക്ക് അങ്ങനെ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഇതിലേക്ക് കടക്കുക എന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഡൽഹിയിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുക, അതല്ലെങ്കിൽ ഇവിടെ നിയമസഭാ കക്ഷി യോഗത്തിൽ. സാധാരണയായി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? നിയമസഭാ കക്ഷി യോഗം ചേരുന്നു, ആ യോഗത്തിൽ ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, അതിൽ എത്ര പേർ പിന്താങ്ങുന്നു എന്ന് നോക്കിയാണോ? അതായത് ഏകകണ്ഠേന ഒരാളുടെ പേര്, ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്വാഭാവികമായും AICC നിർദ്ദേശിക്കുന്ന ആളെ ഏകകണ്ഠേന തന്നെ തെരഞ്ഞെടുക്കും. അതിൽ സാധ്യത ഇങ്ങനെയായിരിക്കും. ഇപ്പോ VD സതീശനെയാണ്
നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കാൻ AICC നിർദ്ദേശം ുള്ളതെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും അയാളുടെ പേര് നിർദ്ദേശിക്കുക, മറ്റൊരാൾ പിന്താങ്ങും. അതിനുശേഷം ഭൂരിപക്ഷം ആളുകളും അത് അംഗീകരിക്കുകയും ചെയ്യും. അതാണ് ഒരുപക്ഷെ കേരളത്തിലേക്കൊക്കെ എത്തുമ്പോൾ അത് ഏകകണ്ഠേനയായിരിക്കും ആ അംഗീകാരം ഉണ്ടാവുക. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ സാധാരണഗതിയിൽ നടക്കുക. അതിനുശേഷം ഈ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾ ഗവർണറെ കണ്ട് പാർട്ടിയുടെ അധ്യക്ഷൻ ഖാർഗെയുടെ കത്ത് തന്നെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുള്ളെന്നും മുഖ്യമന്ത്രി എന്നുള്ള കത്ത് ഖാർഗെ പാർട്ടി അധ്യക്ഷന്റെ കത്ത് ഗവർണർക്ക് കൈമാറും. ഒപ്പം ഘടകകക്ഷികളുടെ നേതാക്കളുടെ കത്തും കൈമാറും. അങ്ങനെയാണ് ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇന്നും അങ്ങനെ തന്നെ നടക്കാനാണ് സാധ്യത. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1 മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. 2 മണിക്ക് മുഴുവൻ ഘടകകക്ഷികളുടെ നേതാക്കളോടും തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും നേതാവ് PJ ജോസഫ് അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ലീഗ് നേതാക്കളും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഗവർണറെ കാണാൻ പോകുമ്പോൾ ലീഗ് നേതാക്കൾ ഒപ്പം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാത്രി 10 മണിയോടുകൂടിയ ലീഗ് നേതാക്കൾ ഇവിടെ എത്തൂ. അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവിന്റെ കത്ത്, ആ കത്തായിരിക്കും ഹാജരാക്കുക. അങ്ങനെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ഒപ്പം പോകണമെന്ന് നിർബന്ധമില്ല. ഘടകകക്ഷി നേതാക്കളുടെ കത്ത് ഹാജരാക്കിയാൽ മതി. അതിനുശേഷം മുഖ്യമന്ത്രി മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണറോട് നിയമസഭാ കക്ഷി നേതാവ് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുമ്പ് അതായത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഒരുപക്ഷെ നാളെ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്ന വിവരമാണ് കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ഘടകകക്ഷി നേതാക്കളോടും MLA-മാരോടും ഒക്കെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് ആദ്യഘട്ടം മന്ത്രിമാരാരെന്നത് സംബന്ധിച്ച ഒരു ധാരണ ഘടകകക്ഷി നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 2ാം ഘട്ടം എന്ന നിലയ്ക്കായിരിക്കും കോൺഗ്രസിന്റെ മന്ത്രിമാരെ അവരുടെ സത്യപ്രതിജ്ഞയും അതിന്റെ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവുക. ഇതിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡൽഹിയിൽ ഇന്നലെ തന്നെ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഏറെക്കുറെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പ്രഖ്യാപിക്കുന്നതിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാലതാമസം എന്ന് പറയുന്നത് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ മറ്റ് 2 പേരെയും അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാത്ത മറ്റ് 2 നേതാക്കളെ ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഫോണിൽ വിളിക്കും. അവരെ ഒരു സമവായത്തിൽ എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളെയും ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം അറിയിക്കും. ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് കാത്തു നിൽക്കുന്നത്. കാരണം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും VD സതീശനും മന്ത്രിസഭയുടെ ഭാഗമാവില്ല എന്ന തരത്തിലേക്കുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് VD സതീശനോ രമേശ് ചെന്നിത്തലയോ കടന്നാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം അതീവ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതകളുണ്ട്. അതിന് തടയിടുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്.